സ്വന്തം ജീവിതത്തിന്റെ നിയോഗം തിരിച്ചറിയുന്നവർ വിരളമാണ്. ആത്മാവിലുണരുന്ന ഉൾവിളി നാം പലപ്പോഴും തിരിച്ചറിയുന്നതേയില്ല. ഒരിക്കൽ ആ മൊഴികൾക്ക് കാതുകൊടുത്താൽ പിന്നെ ഒരാൾക്കും അടങ്ങിയിരിക്കാനുമാവില്ല. ഓർക്കുക, സ്വന്തം ജീവിത ലക്ഷ്യം സ്വർഗരാജ്യം പോലെ വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. യേശുവിന്റെ വിളികൾ ഹൃദയഭിത്തികളിൽ വന്നലയ്ക്കുന്നത് ഭക്തിയോടെ തിരിച്ചറിഞ്ഞ ഒരുവൾ, മനസ്സിൽ നിയോഗങ്ങളുടെ അഗ്നി ഏന്തുന്നുവെന്ന് സ്വയം വെളിപ്പെട്ട് പ്രവർത്തിച്ചവൾ, പിൽക്കാലത്ത് മദർ വെറോനിക്ക എന്ന് ലോകം തിരിച്ചറിഞ്ഞ് ആദരിച്ച സോഫി ലീവ്സ്. 144 വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിലെ ഏഴിമല കടൽ തീരത്തെ മൗണ്ട് ദില്ലി ആ പുണ്യചരിതയുടെ പാദസ്പർശത്താൽ പരിഭൂതമായി. ഇന്നും ആ കടൽ തീരത്തെ മണൽത്തരികൾ ധന്യയായ ഈ അമ്മയ്ക്ക് വന്ദനം പാടുന്നു. തീരം ചൊല്ലി ഏഴിമലത തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ടു മദർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി ഏഴിമലത തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ടു മദർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി കുളിരണിഞ്ഞ പാദസ്പർശം മൗണ്ട് ദില്ലിയും പവിത്രമായി അംബികേ. ഭാരതം കുളിരണിഞ്ഞ പാദസ്പർശം മൗണ്ട് ദില്ലിയും പവിത്രമായി അംബികേ. അപ്പസ്തോലിക് കാർമലിന്റെ സ്ഥാപകേ, ധന്യയായി വിളങ്ങും അമ്മേ വന്ദനം, ധന്യയായി വിളങ്ങും അമ്മേ വന്ദനം. ഏഴിമലത തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ടു മദർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി ശാന്തിയിൽ വളർത്തി നിന്നെ ഈശ്വരൻ, ജ്ഞാനമേകും ദീപമായി തെളിഞ്ഞു നീ.
ശാന്തിയിൽ വളർത്തി നിന്നെ ഈശ്വരൻ ജ്ഞാനമേകും ദീപമായി തെളിഞ്ഞു നീ വിദ്യ സ്ത്രീകൾക്കേകി വാണ പുണ്യമേ ജ്ഞാനസൂക്തമേറ്റു ചൊല്ലി വാഴ്ത്തിടാ ജ്ഞാനസൂക്തമേറ്റു ചൊല്ലി വാഴ്ത്തിടാ ഏഴിമലതൻ തീരം ചൊല്ലി കേരള മണ്ണിൻ തീരം ചൊല്ലി പണ്ടു മദർ വെറോനിക്ക വന്നിറങ്ങിയ തീരം ചൊല്ലി ആത്മീയോപദേഷ്ടാവായിരുന്ന ഹെൻറി ദാനിയൽ ലീവ്സിൻ്റെയും മരീന ഹോൾട്ടൻ്റെയും ദ്വിതീയ സന്താനമായി സോഫി ലീവ്സ് ജനിക്കുന്നു. ജ്യേഷ്ഠനായ ഹെൻറിയും മേരി ആൻ, എമിലി, കാത്രീൻ എന്നീ സഹോദരങ്ങളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. ആംഗ്ലിക്കൻ സഭയിലെ പാസ്റ്ററായിരുന്ന ഹെൻറി ദാനിയൽ ലീവ്സ് നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. ചിത്രരചനയും ഉപകരണ സംഗീതവും ഭാഷാ പഠനവും അദ്ദേഹം മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി. സ്നേഹവും പ്രാർത്ഥനയും സംഗീതവും പുസ്തകങ്ങളും കൊണ്ട് അവൻ ആ ഭവനം സ്വർഗതുല്യമാക്കി. തിരുവചനത്തിന്റെ മാറ്റൊലി ലീവ്സ് കുടുംബത്തെ സ്വർഗീയമാക്കി. ഏക മനസ്സോടെ ആഹ്ലാദചിത്തരായി കഥകൾ പാടിയ തിരുഭവനം. തിരുഭവനം നസ്രത്തിൻ തിരുഭവനം പോലൊരു നാദലയങ്ങളുണർന്നൊരു വീട് സ്നേഹത്തിൻ നിറതൂവൽ തുന്നിയ കളകൂജനമൊഴുകും കളിവീട്
കളിയും നിറയും വീട്. അറിവിൻ മൊഴികൾ നിറയും വീട്, ചിരിയും കളിയും നിറയും വീട്. ഭവനം തിരുഭവനം, നസ്രത്തിൻ തിരുഭവനം പോലൊരു നാദലയങ്ങളുണർന്നൊരു വീട്. സ്നേഹത്തിൻ നിറതൂവൽ തുന്നിയ കളകൂജനമൊഴുകും കളിവീട്. ചരിത്രത്തിന്റെ വഴികളിൽ ഇരുൾ വീണ കാലം. തുർക്കിയും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ആഭ്യന്തര യുദ്ധങ്ങൾ കാരണം ബാല്യകാലം മുഴുവൻ പലായനങ്ങളുടേതായിരുന്നു. യാത്രകൾ, ദുരിതയാത്രകൾ. കാലം കലങ്ങിയും തെളിഞ്ഞും അങ്ങനെ ഒഴുകി നീങ്ങി. യേശു എന്നെ വിളിക്കുകയാണ് ഈ പ്രത്യേക സമ്മാനത്തിലൂടെ. ആ ദിവ്യാനുഭൂതിയിൽ സോഫി നിർവൃതിയിലാണ്. വലിയൊരു ദൗത്യം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുവെന്നവൾക്ക് തോന്നി. ഈ അനുഭവം സോഫി മനസ്സിൽ സംഗ്രഹിച്ചു. കാലം കടന്നുപോയി. ഈസ്റ്റർ കഴിഞ്ഞ ഞായറാഴ്ച സോഫിയുടെ പപ്പ ഹെൻറി ഡാനിയൽ ലിവ്സ് മേരി ആനിനെയും കൂട്ടി ജെറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടും മുൻപേ ആ വത്സര പിതാവ് അവരോടൊത്ത് പ്രാർത്ഥിച്ചു. മരീന ഹോൾട്ടനെയും മക്കളെയും സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു. ആ ധന്യ നിമിഷങ്ങളിൽ അദ്ദേഹം നനച്ചിരിക്കില്ല അത് തന്റെ അന്ത്യയാത്രാമൊഴിയാകുമെന്ന്. യാത്രാമധ്യേ ബെയ്റൂട്ടിൽ വെച്ച് പപ്പയുടെ ആത്മാവിനെ കർത്താവ് സ്വർഗത്തിലേക്ക് വിളിച്ചു.
സോഫിയെയും സഹോദരങ്ങളെയും അമ്മയെയും മുന്നോട്ട് നയിച്ചു. മരങ്ങൾ പലവട്ടം ഇലകൾ കൊഴിച്ചു. ഋതുക്കൾ മാറി മാറി നൃത്തം ചവിട്ടി. സോഫിയുടെയും മേരിയാനിന്റെയും വിശ്വാസ ജീവിതത്തിലും ചില ചലനങ്ങൾ ഉരുവപ്പെടുന്നുണ്ടായിരുന്നു. ആംഗ്ലിക്കൻ സഭാ വിശ്വാസങ്ങളോട് മടുപ്പായി തുടങ്ങി. അമ്മയറിയാതെ അവർ കത്തോലിക്ക പള്ളി സന്ദർശിച്ചു തുടങ്ങി. അതൊരു വിശ്വാസ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. മേരിയാൻ, കത്തോലിക്ക പള്ളിയിൽ ഇന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട്. ആരാധനയ്ക്ക് ശേഷം ജപമാലയും ഉണ്ട്. മമ്മ അറിയണ്ട. വരൂ, നമുക്ക് പോകാം. ആരാധനയ്ക്ക് മണിയടിച്ചു കഴിഞ്ഞു. ഒന്ന് വേഗം നടക്കൂ. മേരിയാൻ, ആരാധനയും ജപമാലയും കഴിഞ്ഞേ നാം പോരുന്നുള്ളൂ. സന്ധ്യ ആവുന്നതിന് മുൻപേ തിരിച്ചെത്തണം. സോഫിക്ക് വിവാഹപ്രായമായി. ലീവ്സ് കുടുംബ സുഹൃത്ത് കെന്നത്ത് എന്ന നേവി ഉദ്യോഗസ്ഥനെ മകൾക്ക് വരനായി മരീന ഹോൾട്ടൺ കണ്ടെത്തി. നാടറിഞ്ഞ് സോഫിയും കെന്നത്തും തമ്മിലുള്ള മനസ്സമ്മതം നടന്നു.
സോഫിയുടെ മനസ്സമ്മതം ലീവ്സ് കുടുംബത്തിന് വീണ്ടും ഉണർവേകി. ദൈവവിളിയെ തടുക്കാനാവില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വചനം പല പ്രാവശ്യം മാറ്റിക്കൊണ്ടു. Peace I leave with you, my peace I give to you. I do not give to you as the world gives. My peace I give to you. മേരിയാൻ, എനിക്ക് വയ്യ. ഇനിയും എനിക്ക് ആ വിളിയെ അവഗണിക്കാനാവില്ല. മമ്മയ്ക്കത് മനസ്സിലാവില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സോഫി, നീ പറഞ്ഞു വരുന്നത്? മേരിയാൻ, വിവാഹ ജീവിതമല്ല എന്റെ വിളിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കെന്നത്ത് എന്നെ മനസ്സിലാക്കാതിരിക്കില്ല. കെന്നത്തിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. കെന്നത്ത്, ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ദിവ്യമായ ഉൾവിളി എനിക്ക് തടുക്കാനാവുന്നില്ല. ഞാൻ പോകട്ടെ. സോഫി, എന്താണ് ഈ പറയുന്നത്? നീ തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ കെന്നത്ത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതയാത്രയിൽ ഇനി യേശുവാണ് എന്റെ വഴികാട്ടി. ഇതാ.
നിമിഷങ്ങളോ നീയല്ലാതാരുള്ളു യേശുവേ എൻ വഴിത്താരയിൽ പാഥേയമെന്റെ സർവം മാനുഷബന്ധങ്ങൾ ഉടയും നീർത്തുള്ളികൾ നിത്യമാം സ്നേഹമായി ദൈവസ്നേഹം നിത്യമാം സ്നേഹമായി ദൈവസ്നേഹം മപധ മപധ പമ സനിധ പമ ഗരി സരി ഗ മപധ പമ സനിധ മപ പമ പധ സരി സ ഗരി സനിധ പമ പ ഗരി സനിധ രി സനിധ പ ഗ മപധ സ്നേഹാർദ്ര ഭാവങ്ങളറിയുന്ന നേരം പിരിയുന്ന നിർഭാഗ്യ നിമിഷങ്ങളോ ആ ആ ആ സോഫിയും മേരിയാനും എല്ലാ എതിർപ്പുകളും ഭേദിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. മമ്മയുടെ ഹൃദയം തകർന്നു. പക്ഷേ സോഫിക്ക് അവാച്യമായ അനുഭൂതി പകർന്നു അനുഗ്രഹീത നിമിഷങ്ങൾ, ദിവ്യകാരുണ്യ നിമിഷങ്ങൾ. ക്രിസ്തുവിൽ ഒരു പുതിയ ജനനം. ദൈവത്തിന്റെ അവർണ്ണനീയ ദാനങ്ങൾ അവർ നിരന്തരം പാടിപ്പുകഴ്ത്തി. മാമോദീസയും കുംഭസാരവും കുർബാനയും ഒന്നിനു പുറകെ ഒന്നായി അവർ സ്വീകരിച്ചു. സരി ഗരി ഗരി ഗ പഗരി ഗരി ഗ പഗരി സരി സരി സ സരി ഗരി ഗരി ഗ പഗരി ഗരി ഗ പഗരി സരി സരി സ രി ഗ പനി 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 രി സരി 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 പ രി ഗ പനി 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 രി സരി 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 പ നി സരി പനി പ ഗ പഗരി ഗരി ഗ പഗരി സരി സരി നി സ നി സരി പനി പ ഗ പഗരി ഗരി ഗ പഗരി സരി സരി നി സ അവർണ്ണനീയ ദാനം പാടാം സുവർണ്ണ നിമിഷമിതാഗതമായി. അവർണ്ണനീയ ദാനം പാടാം സുവർണ്ണ നിമിഷമിതാഗതമായി. നന്മകളോരോന്നോർക്കാം നാഥനു നൽകാം നിർമ്മലമായി ഹൃദയം. നന്മകളോരോന്നോർക്കാം നാഥനു നൽകാം നിർമ്മലമായി ഹൃദയം. അവർണ്ണനീയ ദാനം പാടാൻ സുവർണ്ണ നിമിഷമിതാഗതമായി. ഹർഷസുമങ്ങളണിഞ്ഞ മനസ്സിൽ വർണ്ണവിളക്കു തെളിക്കുകയാ. ഹർഷസുമങ്ങളണിഞ്ഞ മനസ്സിൽ വർണ്ണവിളക്കു തെളിക്കുകയാ. വിശ്വാസത്തിൻ പൊൻകതിരേ മമ ജീവനില മൃദു പകർന്നിടണേ.
വർണ്ണമേളനം സ്വർഗജീവിതം സ്വർഗയാത്രയിൽ ജീവിതാമൃതം വർണ്ണമേളനം സ്വർഗജീവിതം സ്വർഗയാത്രയിൽ ജീവിതാമൃതം പാരിൽ പുതിയൊരു ജന്മം പകരും പരിമളമേകും തിരുജലമേ പാപം പറയാ ഹൃദയം കഴുക കരുണയെഴുന്നൊരു വേദികയെ കരുണയെഴുന്നൊരു വേദികയെ അവർണ്ണനീയ ദാനം പാടാൻ സുവർണ നിമിഷമിതാഗതമായി കാൽവരിയാമീ ജീവിത വഴിയിൽ പാഥേയമേകും ഭവനം തിരുപാഥേയമേകും ഭവനം ഹൃദയാനന്ദവുമെന്നീരും കരയേറ്റാനൊരു സാന്ത്വന തീരം കരയേറ്റാനൊരു സാന്ത്വന തീരം ഹൃദയം തുറന്നു പാടാം പാട്ടാം ഉദയം നവഹൃദയം ഹൃദയം തുറന്നു പാടാം പാട്ടാം ഉദയം നവഹൃദയം അധരം തുറന്നു വാട്ടി പാടാം മധുരം തിരുമൊഴികൾ മധുരം തിരുമൊഴികൾ മധുരം തിരുമൊഴികൾ സോഫി, മേരിയൻ, നിങ്ങൾ കത്തോലിക്ക പള്ളിയിൽ പോകുന്നു അല്ലേ? ഞാനിനി എങ്ങനെ ആംഗ്ലിക്കൻ പള്ളിയിൽ പോകും? മക്കളെ, അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയില്ലേ? ഇനി നിങ്ങൾ ആ നശിച്ച കന്യകാമറിയത്തോടല്ലേ പ്രാർത്ഥിക്കാൻ പോകുന്നത്? മമ്മ, സോഫിയുടെ സഹോദരൻ ഹെൻറിയുടെ അസുഖത്തെ തുടർന്ന് മമ്മ മകനെ ശുശ്രൂഷിക്കുന്നതിനായി യൂബോയയിലേക്ക് പോയി. സോഫിയെയും മേരി ആനിനെയും സെയിന്റ് ജോസഫ് ഓഫ് ദി ആപ്പിനീഷ്യൻ സന്യാസിനികൾ നടത്തുന്ന ബോർഡിംഗ് ഹൗസിൽ താമസിക്കാൻ ഏർപ്പാട് ചെയ്തു. അവിടെ വെച്ച് സന്യാസ ജീവിതത്തിലൂടെ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ദൈവത്തിന്റെ വഴികൾ എത്രയോ അത്ഭുതാവഹം. 1851 സെപ്റ്റംബർ 14 അന്ന് സോഫിയുടെയും മേരിയാനിന്റെയും ജീവിതത്തിലെ ധന്യ ദിവസമായിരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ, വർദ്ധിച്ച ആഗ്രഹത്തോടെ അവർ സെയിന്റ് ജോസഫ് ഓഫ് ദി ആപ്പിനീഷ്യൻ സന്യാസ സമൂഹത്തിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ചു.
സോഫി സ്വീകരിച്ചത്. വെറോണിക്ക എന്നാൽ യേശുമുഖത്തിന്റെ പ്രതിച്ഛായ എന്നർത്ഥം. ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. ഒരു സന്യാസിനിയായി മാറിയതിനു ശേഷമുള്ള ദിവസങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെതായിരുന്നു. 1862 ഫെബ്രുവരിയിൽ സിസ്റ്റർ വെറോണിക്കയുടെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ച് ഒരു യാത്ര ആരംഭിക്കുകയായിരുന്നു. അരയക്കുടിലുകൾക്ക് ആ യോഗിനി ഒരു സാന്ത്വനമായി.
വല നിറയെ മീനും നൽകും. വല നിറയെ മീനും നൽകും. താളമിട്ട് കൈമണികൾ കൊട്ടിപ്പാടി സ്നേഹമോടെ സ്നേഹമോടെ സ്വീകരിക്കാം ഈ സോദരിയെ. താളമിട്ട് കൈമണികൾ കൊട്ടിപ്പാടി സ്നേഹമോടെ സ്നേഹമോടെ സ്വീകരിക്കാം ഈ സോദരിയെ. കേരളക്കരയിൽ വാഴും ഇഴകളാം ഞങ്ങൾക്കെന്നും അക്ഷര വെളിച്ചമേകും ഈ സോദരിയെ. താളമേളമിട്ട് സ്വീകരിക്കാം. താളമേളമിട്ട് സ്വീകരിക്കാം. താളമേളമിട്ട് സ്വീകരിക്കാം. താളമേളമിട്ട് സ്വീകരിക്കാം. താളമേളമിട്ട് സ്വീകരിക്കാം. താളമേളമിട്ട് സ്വീകരിക്കാം. നിരന്തരം അവരോട് സംസാരിച്ചു. I want you in Carmel. ആംഗ്ലിക്കൻ വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം, അതേ തുടർന്ന് സെന്റ് ജോസഫ് ഓഫ് ദി ആപ്പരീഷൻ സന്യാസ സഭ, പിന്നെയും കർമ്മലീത്ത സഭ. ഞാൻ എന്താണ് ദൈവമേ ഈ കേൾക്കുന്നത്? മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിലെ വികാരിയായിരുന്ന ഫാദർ മാരി എഫ്രമുമായി തന്റെ ആത്മീയാനുഭൂതികൾ മദർ പങ്കിട്ടു. അദ്ദേഹം മദർ വെറോനിക്കയുടെ ആത്മീയ ഉപദേഷ്ടാവായിരുന്നു. ഫാദർ, കർമ്മലീത്ത സഭയിലേക്കുള്ള എന്റെ ദൈവവിളി എനിക്ക് പുതിയ സൂചനകൾ നൽകുന്നു. സിസ്റ്റർ, പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിക്കുന്ന മഹത്തായ പ്രേക്ഷിതവേല ഞാൻ നിങ്ങളിലൂടെ സ്വപ്നം കാണുന്നു. ദൈവേഷ്ടത്തിന് വിധേയയായി മലബാറിലെ നിഷ്കളങ്കരും നിരാലംബരുമായ സ്ത്രീകൾക്ക് അക്ഷരജ്ഞാനവും ആത്മീയ വെളിച്ചവും എനിക്ക് പകർന്നു കൊടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. സിസ്റ്റർക്ക് അതിന് സാധിക്കും. പരിശുദ്ധ കന്യകാമറിയം സിസ്റ്ററെ കാക്കട്ടെ. വിശുദ്ധ ഏകാന്ത നിമിഷങ്ങളിൽ ആത്മാവുണരുന്ന ധന്യയാമങ്ങളിൽ സ്വർഗം തുറക്കുമീ മന്ത്രയാമങ്ങളിൽ നശ്വരമാമൊരു തൂലികത്തുമ്പിൽ പിറക്കയാണനശ്വര അക്ഷരപ്പൊൻതുമ്പികൾ. പിറക്കയാണനശ്വര അക്ഷരപ്പൊൻതുമ്പികൾ. വചനമാം ചെറുവിത്തിനുള്ളിൽ മറഞ്ഞിരിപ്പതേതു മഹാവനം. ഈ മന്ത്രാക്ഷരികളിൽ ബന്ധിതം ഏതോ സാഗര സിംഹഗർജനം.
നിമിഷതലങ്ങളെ ധന്യമാക്കും സൗഗന്ധിക ധൂളികൾ ആത്മനിയോഗത്താൽ നീറും മണൽത്തരി മുത്തായി ജനിക്കുന്നു ചിപ്പി തുറക്കവേ. രണ്ടു വർഷത്തെ പരിശീലനത്തിന് ശേഷം 4 നവസന്യാസിനികൾ അപ്പസ്റ്റോലിക് കാർമൽ സഭയിൽ വ്രതവാഗ്ദാനം ചെയ്തു. 1870 നവംബർ മാസത്തിൽ മദർ വെറോണിക്ക ഇന്ത്യൻ മിഷനു വേണ്ടി പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ അപ്പസ്തോലിക പ്രവർത്തനത്തിന് പരിശീലിപ്പിച്ച പ്രിയപുത്രിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ, വചനവിത്ത് നിങ്ങളുടെ കൈനിറയെ നൽകുകയാണ്. ദൂരെ ഭാരതം നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. അവിടെ വചനം ഫലമണിയിക്കുക. രക്തബന്ധത്തെക്കാൾ ശ്രേഷ്ഠമായ പവിത്രമായ ചില കർമ്മബന്ധങ്ങളുണ്ട് ഈ ഭൂമിയിൽ എന്നേറെ തിരിച്ചറിയുന്നവരാണ് നമ്മൾ സന്യസ്തർ. ഭാരതീയർ ഇനി മുതൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ധൈര്യമായി പോവുക. എന്റെ പ്രാർത്ഥന എന്നും എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് മംഗലപുരത്ത് ഈ 3 അപ്പസ്തോലിക് കാർമൽ സന്യാസിനികൾക്ക് കിട്ടിയത്. 1870 നവംബർ 19 അപ്പസ്തോലിക് കാർമൽ സഭയുടെ ഇന്ത്യയിലെ ആദ്യ ഭവനം മംഗലപുരത്ത് തുറന്നു. അക്ഷരവെട്ടം കൈകളിലേന്തി ഹൃദയം നിറയെ സ്നേഹവും ചുണ്ടിൽ പ്രാർത്ഥനാ മന്ത്രവുമായി മംഗലാപുരത്തും ക്രമേണ മലയാളക്കരയിലും അവർ വചനത്തിന്റെ വിത്ത് വിതച്ചു. സരി 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 പാരി മപാ പാരി മപാരി മപാ പമ പനി പമ പനി പമ പനി പമ പനി സ പനി സ സ പനി സ പനി സ സരി 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 പാരി മപാ പാരി മപാരി മപാ പമ പനി പമ പനി പമ പനി പമ പനി സ പനി സ സ പനി സ പനി സ സരി സരി മരി സരി മാ പമരി മപാ നി പമ പനി സരി സ മരി സരി പമരി പനി പമ പ സ സ സരി നി 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 പനി സ പമ പനി നി നി പമ 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 പനി മ സ മരി പമ നി പ സ നി നി സ മരി സരി സ.
സാഹചര്യങ്ങളാൽ ബയോണിലെ അപ്പസ്തോലിക് കാർമലിന്റെ മാതൃഭവനം അടച്ചുപൂട്ടേണ്ടി വന്നു. Obedience is my life. Obedience is my life. Even if he should kill me, I will trust in him. Obedience is my life. മദർ വെറോനിക്ക അവിടെയും തകർന്നില്ല. അപ്പസ്തോലിക് കാർമലിന്റെ ആ അമ്മ തന്റെ സഭയെ യേശുവിൽ സമർപ്പിച്ചു. എത്ര വേണമെങ്കിലും മുറിപ്പെടാൻ സ്വയം ഒരുങ്ങി മദർ കാർമലിലേക്ക് തിരികെ പോയി. മഹാദൗത്യവുമായി ഇന്ത്യയുടെ മണ്ണിൽ വന്ന് വേരോടിയ അപ്പസ്തോലിക് കാർമൽ സന്യാസിനികൾ മഹാദൗത്യം കർമ്മം ജന്മപുണ്യം ധർമ്മം നീതിമന്ത്രം മന്ത്രം ദൈവസ്നേഹം ദൗത്യം മഹാദൗത്യം കർമ്മം ജന്മപുണ്യം ധർമ്മം നീതിമന്ത്രം മന്ത്രം ദൈവസ്നേഹം. മഞ്ഞുമൂടിയ മലകളിൽ കിളികൊഞ്ചിയാക്കും വനികയിൽ മഞ്ഞിറങ്ങിയ പൂലവർ വന്നിറങ്ങി മഞ്ഞുമൂടിയ മലകളിൽ കിളികൊഞ്ചിയാക്കും വനികയിൽ മഞ്ഞിറങ്ങിയ പോലവർ വന്നിറങ്ങി. കയ്യിൽ കാശുരൂപം മനസ്സിൽ യേശുവിന്റെ ഗീതം കയ്യിൽ കാശുരൂപം മനസ്സിൽ യേശുവിന്റെ ഗീതം ചുണ്ടിൽ സ്നേഹമന്ത്രം നമ്മൾ സുവിശേഷവാഹകരല്ലോ ചുണ്ടിൽ സ്നേഹമന്ത്രം നമ്മൾ സുവിശേഷവാഹകരല്ലോ. പുഴയും മഴയും വെയിലും വനമൃഗവും രോഗവും ഒരുപോൽ പുഴയും മഴയും വെയിലും വനമൃഗവും രോഗവും ഒരുപോൽ തളരുകയിനി നമ്മൾ തിരുക്കുരിശിൻ പാതയിതല്ലോ തളരുകയില്ലിനി നമ്മൾ തിരുക്കുരിശ്. അപ്പസ്തോലിക് കാർമൽ ഇന്ന് വലിയ മൂല്യമുള്ള താലന്തായി മാറിയിരിക്കുന്നു. 6 വൻകരകളിലായി ആഫ്രിക്ക, ഇറ്റലി, കുവൈറ്റ്, ബഹ്റിൻ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ അപ്പസ്തോലിക് കാർമലിന്റെ സഹോദരിമാർ വചനം വിതച്ചുകൊണ്ടേയിരിക്കുന്നു. എ കാർമൽ ഫോർ ദ മിഷൻ എന്ന മദർ വെറോനിക്കയുടെ സ്വപ്നം സഫലമായി. ഭൂമിയിൽ നല്ല ഓട്ടം പൂർത്തിയാക്കി ദൈവദാസി യാത്രയായി. മദർ വെറോനിക്കയുടെ നാമകരണ ചടങ്ങുകൾക്ക് റോമിലും ഇന്ത്യയിലും തുടക്കം കുറിച്ചിരിക്കുന്നു. സ്വർഗം പോകിയ ആ അമ്മയുടെ സാന്നിധ്യം ഇന്നും നമ്മോടൊപ്പമുണ്ട്. അപ്പസ്തോലിക് കാർമലിനൊപ്പമുണ്ട്. വളർച്ചകളിൽ ശക്തിയായി, തളർച്ചകളിൽ സാന്ത്വനമായി,
ദൈവദാസി വെറോനിക്കായുടെ ധീരതയിൽ തിരിയിട്ടു. വിവേകവതികൾ സന്യാസിനിമാർ വചനം വാരി വിതച്ചു. ദേവദാസി വെറോനിക്കായുടെ ധീരതയിൽ തിരിയിട്ടു. വിവേകവതികൾ സന്യാസിനിമാർ വചനം വാരി വിതച്ചു. അപ്പസ്തോലിക് കാർമൽ കാർമൽ അപ്പസ്തോലിക് കാർമൽ വളരട്ടെ പരിശുദ്ധ വെളിച്ചം ചൊരിയും പാത